മുമ്പെങ്ങും ഇല്ലാത്ത വിധം IAS തമ്മിൽ കലഹമാണ്. പലപ്പോഴും അവർ തമ്മിൽ അസ്വാരസ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും ഈഗോയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പാരവെപ്പ് ഉണ്ടായിട്ടുണ്ട്. മറ്റെല്ലാ മേഖലയിലെയും പോലെ തന്നെ ഉന്നതന്മാർ തമ്മിൽ അത്തരം കിടമത്സരങ്ങളൊക്കെ ഉണ്ടായിട്ട്. പക്ഷേ ഈ വിഴുപ്പലക്ക്, പരസ്യമായ വിഴുപ്പലക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനത്തിൻ്റെ പരിധികൾ ലംഘിക്കുന്ന തരത്തിലേക്കോ ഒന്നും പോയിട്ടില്ല. രണ്ടുപേരെ ഒരേ സമയം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രശാന്ത്, കളക്ടർ എന്നാണ് അദ്ദേഹം, കോഴിക്കോട് കളക്ടറായിരുന്നപ്പോൾ ഒരുപാട് ആരാധകരുള്ള ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് ജയതിലക്, ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് കൊമ്പ് കോർക്കുന്നു, എന്താണ് ഇവർ തമ്മിൽ ഉള്ള യഥാർത്ഥ വിഷയം? ഇതിനിടയ്ക്ക് മറ്റൊരു മാധ്യമ സ്ഥാപനമുണ്ട്, മാതൃഭൂമി. അതാണ് ശരിക്കും നടക്കുന്നത് പറയാം. രണ്ട് മുട്ടനാടുകൾക്കിടയിൽ നിൽക്കുന്ന, അല്ലേ, അങ്ങനെ ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഇതിൻ്റെ തുടക്കം നമുക്കറിയാം. രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് മറ്റേ വിഷയത്തിലേക്ക് പോകുന്നില്ല. അത് കുറേ കൂടെ എന്താ പറയുക, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയണം. കാരണം പ്രശാന്ത്, അദ്ദേഹം IAS ഉദ്യോഗസ്ഥൻ. കാരണം അതിനു മുമ്പ് തന്നെ കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പറയുന്നത് വെച്ചാൽ യുവാക്കൾക്ക് നമുക്കറിയാം, സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഏറ്റവും ഒരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തപ്പെടാൻ, അതായത് നമുക്ക് പലപ്പോഴും ഇവിടെ ബ്യൂറോക്രാറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. ബ്യൂറോക്രസി എപ്പോഴും കോമൺ പീപ്പിളിൽ നിന്ന് കുറച്ചൊരു മുകളിൽ നിൽക്കും. അവർ വേറെ നിന്നിട്ട് ഒരു എപ്പോഴും അങ്ങനെയാണ്, മുകളിൽ നിൽക്കുന്ന ഒരു ലെയറിൽ നിന്ന് സാധാരണ പീപ്പിളിന്റെ വേറെ ലെയറാണ്. പക്ഷെ അങ്ങനെ ഒരു ലെയർ ഇല്ല. സാധാരണക്കാർക്ക് എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന രീതിയാണ് ബ്യൂറോക്രസി എന്ന് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു കോഴിക്കോട് കളക്ടറായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ കളക്ടർ ബ്രോ എന്ന് പറഞ്ഞൊരു പേര് വെറുതെ അദ്ദേഹം ഇട്ടതല്ല, അവിടുത്തെ കോഴിക്കോടുകാർ മനസ്സുകൊണ്ട് ഇട്ട് കൊടുത്തൊരു ഇതാണ് കളക്ടർ ബ്രോ എന്നുള്ള രീതിയിൽ അംഗീകരിച്ച് കൂടെ ചേർത്തു. അദ്ദേഹം അത്രയും ബ്യൂറോക്രസിയിൽ തൻ്റെ കഴിവ്, ഏത് ഔദ്യോഗിക പദവി കൊടുത്തു കഴിഞ്ഞാലും അവിടെ 100% സമർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി, IAS-കാരൻ. അപ്പം അദ്ദേഹത്തിനെ ശരിക്കും വിവാദങ്ങളിൽ ഉൾപ്പെടുത്താൻ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ആ ഒരു ഭരണം, അല്ല ആര് ഭരിച്ചു കഴിഞ്ഞാലും ആ ഭരിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ നട്ടല് വളച്ചു നിന്ന് ഒരു അടിമ, നമുക്കറിയാം IAS-കാർ ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു കൺഫേർഡ് IAS കിട്ടുന്ന ആൾക്കാരൊക്കെ അവർക്ക് കിട്ടിയ അവരിത് വെച്ചിട്ട് സർക്കാരിൻ്റെ അടിമയായിട്ട് നിന്നിട്ടുണ്ട്. സർക്കാർ, നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇദ്ദേഹം അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തനാണ്. ഒരിക്കലും ഒരു മതമല്ല, നമ്മുടെ രാഷ്ട്രീയ മേലാളന്മാർക്ക് ഇദ്ദേഹത്തെ വെച്ചിട്ട് മുന്നിൽ നിർത്തി ഒന്നും കളിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ പറയുമ്പോഴും നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത്തരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാരെന്ന് പറയുമ്പോഴും അവർക്ക് കൃത്യമായ പെരുമാറ്റച്ചട്ടമുണ്ട്. തീർച്ചയായും അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസി നടപ്പിലാക്കുന്ന ആളുകളാണ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. അത് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പോളിസി നടപ്പിലാക്കുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ, അവർക്ക് വിശാലമായ കാഴ്ചപ്പാടും വീക്ഷണവും ഒക്കെയുള്ള കോമൺ പീപ്പിളിന് സർവീസ് ചെയ്യുക, അതിനപ്പുറം സർക്കാരും. കാരണം അവർക്കൊരു ഒരു മതത്തിൻ്റെയോ പാടില്ല. അതാണല്ലോ മറ്റേ ഗോപാലകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദം. അതാണ്, അതിലേക്ക് പോകുന്നില്ല. അത് നമുക്ക് ഒരു രീതിയിലും അദ്ദേഹത്തിൻ്റെതായ ഒന്നും നല്ല പോസിറ്റീവ് എന്ന് പറയാൻ അത് ചെയ്ത പ്രവർത്തിക്കോ സസ്പെൻഷൻ ന്യായീകരിക്കത്തതായത് ഒന്നുമില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ വിഷയം വേറെയാണ്. കാരണം പുള്ളി, ഞാൻ ചോദിക്കുന്നതാണ്, പ്രശാന്ത് അപ്പോൾ കുറച്ചുകൂടെ ആത്മസംയമനം പാലിക്കേണ്ടിയിരുന്നില്ല? തീർച്ചയായും. പക്ഷേ നമ്മൾ പറയില്ലേ, ഒരു പത്രം, അവിടെയാണ് ഈ മാതൃഭൂമി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടത്. കുറേ നാളുകളായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെയുണ്ട്. ഈ ഒരു വിഷയം തന്നെ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിച്ചതിന് ആ പത്രസ്ഥാപനത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം അദ്ദേഹത്തിനെ ടാർഗറ്റൈസ് ചെയ്യുവാണ്. ആദ്യം തുടക്കത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ നെഗറ്റീവ് ഇമേജ് കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പമുള്ള പ്രശാന്ത് നായർ എന്നുള്ള വാലി പിടിച്ചിട്ട് ബ്രാഹ്മണിക്കൽ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് വിലപ്പൊന്നുമില്ല, ആൾക്കാരതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അദ്ദേഹം പിന്നീട് ആ പേരും മാറ്റി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഒരു സവർണത അല്ലെങ്കിൽ നമ്മുടെ ഒരു സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്തിന് നമ്മൾ നമ്മുടെ സമുദായത്തിൻ്റെ പേരിനൊപ്പം ചേർത്തൊന്നും നമുക്ക് ഒരു എന്താ പറയുക നാണം കെടേണ്ട അവസ്ഥ. നമുക്ക് ആ സമുദായത്തിന് വേണ്ട, ആ സമുദായത്തിൻ്റെ മെറിറ്റ് നമുക്ക് കാണിക്കാനുണ്ടെങ്കിൽ പറയുക. അതിനപ്പുറം അങ്ങനെ ഒരു ജാതിവാല് കെട്ടിയത് കൊണ്ട് ആൾക്ക് മുന്നിൽ തല കുടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ്. വിമർശിക്കണവർ വിമർശിച്ചോട്ടെ, അല്ലേ? അപ്പോൾ അദ്ദേഹം അതങ്ങനെ ചെയ്തു, അത് മറ്റൊരു വിഷയം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കറിയാം അദ്ദേഹത്തിന് വലിയൊരു വിവാദത്തിൽ പെടുത്തിയത് ഒരു ഓയ സ്റ്റിക്കർ, അല്ലെ, ഒരു മാധ്യമ പ്രവർത്തക വിളിക്കുന്നു, അദ്ദേഹം അതിന് പിന്നീട് ആ ഒരു ഓയ സ്റ്റിക്കർ വെച്ചിട്ട് അത് വേറെ രീതിയിലേക്ക് അവിഹിതം ആ രീതിയിൽ കൊണ്ടുപോകുന്നു. അതിന് ശക്തമായിട്ട് മറുപടി കൊടുത്ത് അദ്ദേഹം വരുന്നു. അപ്പോൾ തൊട്ടാണ് തോന്നുന്നു ഈ പത്രസ്ഥാപനമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ ഒരു വിഷയം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഴക്കടൽ മറ്റേ അവൻ മേഴ്സിക്കുട്ടിയമ്മയായിട്ട് ആ സമയത്ത് തുറമുഖവും അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു പത്രവാർത്ത വന്നു ഫയലുകളുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം പിന്നീട് പട്ടിക വകുപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വകുപ്പിലായിരുന്നല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ കാണുമായിരുന്നു. അവിടെ ചെയ്യുന്ന പുതിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം
പോസ്റ്റ് വഴി അദ്ദേഹം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ജനകീയനായത്. അപ്പോൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങൾ വഴി എന്ത് ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ട് കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, സമൂഹത്തിനൊപ്പം. അപ്പോൾ അതിൽ അദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ട് മാതൃഭൂമി വന്നപ്പം അദ്ദേഹം അത് ഇതല്ല സംഭവം, ഇങ്ങനെയാണ്, എനിക്കെതിരെ പലരും കളിക്കുന്നുണ്ട്, ഈ പത്രസ്ഥാപനം എന്ന് പറഞ്ഞ് കളിക്കുന്നു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞ് ആ ഒരു വിവാദം എടുത്തിട്ട് അതിലൊരു കമൻറ്റ് എടുത്തിട്ട് മാതൃഭൂമി അത് അപഹസിച്ചു, അതല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു തലക്കെട്ട് കൊടുത്തു. ആദ്യം അധിക്ഷേപമോ പേര് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഇതാണ് പേരെന്ന് പറഞ്ഞപ്പോൾ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അത് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയത് മാതൃഭൂമി എന്ന പത്രമാണ്. അതും അദ്ദേഹം കമൻറ്റ് പിൻവലിച്ചിട്ടില്ല. ആ കമൻറ്റ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് കമൻറ്റ് അദ്ദേഹം പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ കോർത്തു. വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു? പക്ഷേ സംയമനം പാലിക്കാമായിരുന്നു, തീർച്ചയായിട്ടും പാലിക്കാമായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അളമുട്ടിയാൽ ചേരയും കടിക്കും. നമുക്കെതിരെ എപ്പോഴും ഒരു പത്രസ്ഥാപനം കൃത്യമായതുകൊണ്ട് പുള്ളി എന്ന് പറയുമ്പോൾ കുറച്ചൊരു നട്ടൽ ആൾക്ക് മുന്നിലും ഒരു നട്ടലുള്ളൊരു ടൈപ്പ് ഓഫ് സിവിൽ സർവൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പുള്ളി വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അദ്ദേഹം നിയമപരമായിട്ട് തന്നെ പോകും അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ഒരു സിവിൽ സർവൻ്റ് എന്നതിലുപരി ഒരു നിയമ ബിരുദധാരിയാണ്. അതും വാഴക്കുല വെച്ചുള്ള PhD അങ്ങനെ കിട്ടിയ ഇതൊന്നുമല്ല, നേരായിട്ട് പഠിച്ച് നേടണ ആണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റിയും എല്ലാം. അപ്പോൾ അദ്ദേഹം നിയമവഴി തന്നെ പോയിട്ട് സർവീസ്, പിന്നെ അദ്ദേഹത്തിന് ഈ സർവീസ് എന്ന് പറയുന്ന സസ്പെൻഷൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പോലൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അതും കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആക്കും. അദ്ദേഹം 1-2 പുസ്തകങ്ങളും കൂടെ എഴുതി ആ സമയം ആസ്വദിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു സസ്പെൻഷൻ കൊണ്ട് ഒതുക്കാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല ശിവശങ്കർ. IAS അല്ല പ്രശാന്ത് IAS. അതാണ് ഇത് ആഘോഷമാക്കുന്നുണ്ട് കേട്ടോ, ഇടതുപക്ഷക്കാർ ഭയങ്കരമായിട്ട് ആഘോഷമാക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ കിട്ടി, കളപറിക്കാൻ പോകുന്ന കർഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അദ്ദേഹവും വിട്ടുകൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു നട്ടലിലുള്ളൊരു ബ്യൂറോക്രാറ്റ്, അതിനൊപ്പം തന്നെയാണ് സമൂഹം നിൽക്കുക. അല്ല, ഇതിനകത്ത് വരുമ്പോൾ ജയതിലകും ഈ പ്രശാന്തും അദ്ദേഹത്തിൻ്റെ മെൻറ്ററായിരുന്നു, ഗുരുവാണെന്നൊക്കെ ആദ്യം വിശേഷിപ്പിച്ച ആളാണ് ജയതിലക്, പ്രശാന്തിൻ്റെ ഗുരു. ആ ഗുരുവുമായിട്ടാണ് അദ്ദേഹം തെറ്റിയിരിക്കുന്നത്. അപ്പോൾ ഗുരുവുമായിട്ട് എങ്ങനെയാണ് പെട്ടെന്നൊരു അസ്വാരസ്യം ഉണ്ടാകുന്നതും അതുമായിട്ട് പരസ്യമായി പോർവിളിക്കുന്നതും? അത് കണ്ടു നമ്മൾ. കോൺഫ്ലിക്ട്സും എന്തൊക്കെയാണ് ജയതിലക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ഇദ്ദേഹം ഫേസ്ബുക്ക് വഴി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് നിഷേധിക്കട്ടെ. ജയതിലക് അത് എനിക്ക് തോന്നുന്നു അതുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതൃഭൂമി പത്രത്തെ കത്തിക്കാൻ മുന്നിൽ നിൽക്കുന്നതിൽ എല്ലാവരും ഉണ്ടായിരുന്നു. CITU അദ്ദേഹം അദ്ദേഹം വീണ്ടും പോസ്റ്റ് ഇട്ടു. അതായത് ഏത് ഔദ്യോഗിക പദവിയിൽ ഇരുന്ന് കഴിഞ്ഞാലും അവിടുത്തെ ആ പദവിയിലെ ആൾക്കാർ സാധാരണ ജനങ്ങൾക്കും ഒപ്പം അവിടുത്തെ സഹപ്രവർത്തകർക്കും ഏറ്റവും നല്ല ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അത് തന്നെയാണ് ഒരു സിവിൽ സർവൻറ്റിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രശ്നം വന്നപ്പം അവർ ഒരുമിച്ച് നിന്ന് മാതൃഭൂമി പത്രം കത്തിക്കുന്നത് കണ്ടു. അവിടെ പാർട്ടിയൊന്നും നോക്കിയിട്ടില്ല. INTUC CITU എല്ലാ തൊഴിലാളികളും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പം അത് തന്നെ ഒരു വെറുറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ട്, ഒരു സമൂഹം ഉണ്ട് എന്നുള്ള ഇതാണ്. അപ്പം ഇനി അതുമായിട്ട് തീർച്ചയായും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പ്രശാന്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് ഇനി ജയതിലകും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മീൻസ് ആരൊക്കെയോ ഒരുപാട് സർവീസ് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു വീഴ്പലക്കൽ എന്നല്ല, ഇത് കുറേ നാളത്തെ ആർക്കൊക്കെയോ പറയാനുള്ളതിന് പകരം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അത് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഈ സിവിൽ സർവീസ് IAS ഉദ്യോഗസ്ഥരുടെയൊക്കെ വാട്സപ്പ് കൂട്ടായ്മയും അല്ലെങ്കിൽ തന്നെ അവരുടെ അസോസിയേഷനൊക്കെ ഉണ്ട്. അവരെന്തുകൊണ്ട് ഇതിനകത്ത് ഇടപെട്ടില്ല എന്നൊക്കെ ചോദ്യം. അത് മാത്രമല്ല, ഗവൺമെൻറ് ഇവരുടെ ഈ പോര് മൂക്കുന്നത് വരെ ഇങ്ങനെ കാത്തിരുന്നു. തുടക്കത്തിൽ തന്നെ അതിനൊരു തടയിടാമായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ രണ്ട് മീൻസ് രണ്ട് പ്രത്യയശാസ്ത്രത്തിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ. കാരണം പറയുന്നുണ്ട് പ്രശാന്ത് എന്ന് പറയുമ്പോൾ മേഴ്സിക്കുട്ടിയെ കുണ്ടറയിൽ തോൽപ്പിക്കാൻ മുന്നിൽ നിന്നു എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചു. ഒരു ഇലക്ഷൻ ജനാധിപത്യം ഒരു കളക്ടർ വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചിന്താശേഷി ഇല്ലാത്തവരാണോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തോൽപ്പിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു ഇലക്ഷന് നിൽക്കുമ്പം തോക്കുന്നെങ്കിൽ നമ്മൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നമ്മൾ നമുക്കൊന്നും സർവീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അവർ തോൽപ്പിച്ചു. അതിനപ്പുറം വേറെ എന്താണ് അല്ലേ? അതുപോലെ തന്നെ അന്ന് ആരോപണം മേഴ്സിക്കുട്ടിയമ്മ ആരോപണമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ സഖാവ് പിണറായി വിജയൻ അവരുടെ തന്നെ പാർട്ടിയിലെ ആളാണ്, എന്തുകൊണ്ട് അന്നൊരു അന്വേഷണമൊന്നും മുന്നോട്ട് പോയില്ല? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം മാത്രമല്ല ഇവർ രണ്ട് IASകാർ തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ അനാവശ്യമായിട്ട് ഇടപെട്ടാണ് മുൻ മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് വേറൊരു ഇതായിരുന്നു. അതും ഇതുമായിട്ട് എല്ലാം ലിങ്ക് ചെയ്ത് വന്നിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു നോക്കിക്കഴിഞ്ഞാലും ജനങ്ങളുടെ പിന്തുണ വരുമ്പോൾ അത് പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ ഇത് തന്നെയാണ് എപ്പോഴും ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്, മാതൃകയല്ല ജനങ്ങൾക്ക് മാതൃകയല്ല ഇവർ തമ്മിലുള്ള വെഴുപ്പലകൾ. ഓഫ് കോഴ്സ് ആയിരിക്കാം. പക്ഷെ ഞാനപ്പോൾ ആലോചിച്ച് മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ് തലപ്പത്തിരിക്കുന്ന അദ്ദേഹം മാതൃകയാണോ കാണിക്കുന്നത് പല കാര്യങ്ങളിലും? ഒട്ടും മാതൃകയല്ലല്ലോ അത്. വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തലപ്പത്തിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി, അതായത് നമ്മൾ കണ്ടതാണ് നിയമസഭയിൽ ഏറ്റവും
രീതിയിൽ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ട് കാണിച്ച ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പം മാതൃകാപരമായിട്ട് ആരും പെരുമാറുന്നില്ല അല്ലേ? അങ്ങനെ മാതൃകയാണ് ഒരു സിവിൽ സർവൻ്റ്. അപ്പോൾ ഇത് സമൂഹം ചർച്ച ചെയ്യട്ടെ. അതെ.